വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫക്റ്റീവായിട്ടുള്ള റെമഡിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോണത്. ഇത് തേച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നല്ലൊരു വ്യത്യാസം നിങ്ങളുടെ മുടിയിൽ കാണാൻ കഴിയും. നല്ല റിസൾട്ട് ഉണ്ടല്ലോ എന്ന് കരുതി ഇത് നിങ്ങൾ ഡെയിലി ഉപയോഗിക്കരുത് കേട്ടോ. ആഴ്ചയിൽ 2-3 തവണ മാത്രം ഇത് ഉപയോഗിച്ചാൽ മതി. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മുടിയുടെ അറ്റവും മുടിയൊക്കെ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് നന്നായിട്ട് അനുഭവപ്പെടും കേട്ടോ. മുടിയുടെ ആ ഒരു തിക്നെസ് ഉള്ള പോലെ, മുടിക്ക് നല്ല പോലെ ബലം വെച്ചതുപോലെയൊക്കെ ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ മുടിയെ തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഹെയർ ഗ്രോ ചാലഞ്ച് ആണ്. അതില് നമ്മൾ നമ്മുടെ ഈ ഒരു മുടി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് ഈ മുടി വളരുക എന്നുള്ളതൊക്കെ ഞാനിപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തത് നമ്മുടെ സ്കാൽപ്പ് സ്ട്രെങ്തനിങ് ആണ്. അതായത് നമ്മുടെ സ്കാൽപ്പിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റി നമ്മുടെ സ്കാൽപ്പിനെ ഇങ്ങനെ സ്ട്രെങ്തൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തത്. രണ്ടാമത്തെ വീഡിയോയിൽ ഓട്ടോമാറ്റിക്കലി ആദ്യത്തെ വീഡിയോയിൽ നമ്മുടെ സ്കാൽപ്പ് സ്ട്രെങ്തൻ ആയതുകൊണ്ട് തന്നെ രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ മുടി വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് പറഞ്ഞു കൊടുത്തത്. ഇന്നത്തെ മൂന്നാമത്തെ വീഡിയോ, ഇതിന്റെ കണ്ടിന്യൂറ്റി ആയിട്ട് ഇന്നത്തെ നമ്മുടെ മൂന്നാമത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ വേണ്ടി പോണത് നമ്മുടെ കുഴിഞ്ഞ സ്ഥാനത്ത് പുതിയ മുടികൾ പെട്ടെന്ന് വളരാനും, പെട്ടെന്ന് കേട്ടോ സ്പീഡായിട്ട് വളരാനും നമ്മുടെ ഈ ഒരു മുടിക്ക് തിക്നെസ് ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ മൂന്നാമത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിന്റെ ആദ്യത്തെയും രണ്ടാമത്തെ വീഡിയോയും കാണാത്തവര് നിർബന്ധമായിട്ടും ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു മൂന്നാമത്തെ വീഡിയോ ചെയ്യാം. അല്ലാതെ ഈ ഒരു മൂന്നാമത്തെ വീഡിയോ നിങ്ങൾ അത് രണ്ടും ചെയ്യാതെ പെട്ടെന്ന് വന്ന് ഈ ഒരു മൂന്നാമത്തെ വീഡിയോ ഹെയർ തിക്നെസ് ആണ് എന്റെ ആവശ്യം എന്ന് വിചാരിച്ച് നിങ്ങൾ ഹെയർ തിക്നെസിന്റെ ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടണം എന്നില്ല. അതിന്റെ മുൻപായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്ലീസ് അത് നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു മുടി വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, മുടി വളരാൻ വേണ്ടിയിട്ട് ഞാനൊരു പാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉടനെ ചെയ്യല്ല വേണ്ടത്. എന്താണ് നിങ്ങളുടെ മുടിയുടെ പ്രശ്നം എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് ആ 2 വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് മനസ്സിലാവും. അപ്പൊ ഞാനിനി ഇതിനെക്കുറിച്ച് നീട്ടി വലിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് കുഞ്ഞുള്ളിയാണ്. വലിയുള്ളി എടുക്കാം, പക്ഷേ കുഞ്ഞുള്ളി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അത് ഒരു 8-10 എണ്ണം എടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു കുഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാതെ ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇത് അരിച്ചെടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക കേട്ടോ. ഇനി നമുക്ക് രണ്ടാമതായിട്ട് വേണ്ടത് നമ്മുടെ സ്വന്തം മുട്ടയാണ്. മുട്ട നിങ്ങൾ ഒരിക്കലും ഈ ഒരു ഹെയർ കെയറിൽ ഈ 2 ഇൻഗ്രീഡിയൻസ് സ്കിപ്പ് ചെയ്യാനേ പാടില്ല. കാരണം ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഞാൻ പറയുന്നുണ്ട് വീഡിയോയുടെ എൻഡിൽ, ഇത് ആപ്ലിക്കേഷനിലൂടെ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അയ്യോ ഇതിന് ഇത്രമാത്രം റിസൾട്ട് ഉണ്ടായിരുന്നോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് പവർഫുൾ ആയിട്ടുള്ളൊരു റെമഡിയാണ്. നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അത് നിങ്ങൾ മിസ് ചെയ്യും. പിന്നെ ഈ ഒരു ഹെയർ പാക്ക് എന്താ പറയുക ഇട്ടില്ലല്ലോ എന്ന് ഓർത്തിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ടയുടെ വെള്ളം ഇതിലേക്ക് ചേർത്തിട്ട് ഇത് രണ്ടും പാടെ നല്ല പോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു കുഴമ്പ് മാതിരി നമ്മുടെ അലോവേറയുടെ ജെല്ല് മാതിരി ആയി മാറിയിട്ടുണ്ടാവും. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാം. അതിന് മുൻപായിട്ട് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട 1-2 പോയിന്റ്സും കൂടി ഉണ്ട്. അത് ദയവായി ഒന്ന് ശ്രദ്ധിക്കുക. എന്നാലാണ് ഞാൻ ഈ ഒരു പാക്ക് പറഞ്ഞതിനുള്ള ആ ഒരു ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവുള്ളൂ. ഞാൻ പറഞ്ഞു പെട്ടെന്ന് കൊഴിഞ്ഞ സ്ഥാനത്ത് മുടി പെട്ടെന്ന് വളരാനും മുടിക്ക് തിക്നെസ് വെക്കാനും വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു പറഞ്ഞു. അപ്പൊ അതെന്തുകൊണ്ടാണെന്നും കൂടി ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരണ്ടേ. അത് മനസ്സിലാക്കിയാൽ മാത്രമാണ് അതിന്റെ മുഴുവനായിട്ടുള്ള ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ഞാൻ ആദ്യം മുട്ടയെ കുറിച്ച് പറയാം. അപ്പോ നമ്മുടെ ഈ ഒരു മുടി ഉണ്ടല്ലോ, ഈ ഒരു മുടി നമുക്ക് ഉണ്ടായിട്ടുള്ളത് കെരാറ്റിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കൊണ്ടാണ് നമ്മുടെ ഈ ഒരു മുടി ഉണ്ടായിട്ടുള്ളത്. കെരാറ്റിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ്. ആ ഒരു പ്രോട്ടീനാലാണ് നമുക്ക് നമ്മുടെ ഈ ഒരു മുടി നമ്മുടെ ശരീരത്ത് നമ്മുടെ ബോഡിയുടെ ഒരു പാർട്ടായിട്ട് മാറിയത് കെരാറ്റിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കൊണ്ടാണ്. ആ കെരാറ്റിൻ, ആ പ്രോട്ടീൻ നമ്മുടെ മുടിയിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മുടിക്ക് തിക്നെസ്, നമ്മുടെ മുടിയുടെ തിക്നെസ് ഒക്കെ കുറഞ്ഞ് ഇങ്ങനെ വോളിയം ഒക്കെ കുറഞ്ഞ് നമ്മുടെ മുടി ഇങ്ങനെ കോല് പോലെ ആവുന്നത് ആ കെരാറ്റിൻ നമ്മുടെ മുടിയിൽ നിന്ന് നഷ്ടമാവുന്നത് കൊണ്ടാണ്. ആ കെരാറ്റിൻ എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. ആ പ്രോട്ടീൻ നമ്മുടെ ഈ ഒരു മുട്ടയിൽ ധാരാളം അടങ്ങിയത് കൊണ്ട് തന്നെ ആ കെരാറ്റിനെ നഷ്ടപ്പെടാതെ നമ്മുടെ മുടിയിൽ അങ്ങനെ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ മുടിക്ക് നല്ല രീതിക്ക് പോഷകവും പ്രോട്ടീനും ഹെൽത്തും മുടിയുടെ തിക്നെസ് ഒക്കെ കറക്റ്റായിട്ട് ബാലൻസ്ഡ് ചെയ്ത് കൊണ്ടുപോകാനും മുടിക്ക് നല്ലൊരു തിക്നെസ് ഉണ്ടാക്കിയെടുക്കാനും
ഈ ഒരു മുട്ട നമ്മളെ അടിപൊളിയായിട്ട് സഹായിക്കും. അപ്പോൾ വ്യക്തമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ കെരാറ്റിനും ഈ പ്രോട്ടീനും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ഈ മുട്ടയിൽ എങ്ങനെ വന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം. ഇനി ഞാൻ പറയാൻ പോണത് നമ്മുടെ ഉള്ളിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ധാരാളം സൾഫർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ കൊഴിഞ്ഞ സ്ഥാനത്ത് പെട്ടെന്ന് മുടി വളരാനും അതേപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഇറിറ്റേഷൻസ് ഇച്ചിനെസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നല്ല പോലെ ഫൈറ്റ് ചെയ്യാനും നമ്മുടെ ഉള്ളിനീര് നമ്മളെ അടിപൊളിയായിട്ട് സഹായിക്കും. അതേപോലെ തന്നെ ഇതിൽ ധാരാളം ആന്റി ഓക്സിഡന്റ് ഉണ്ട്. അതൊക്കെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ കൊളാജിൻ ഉൽപ്പാദിപ്പിക്കാനും മുടിക്ക് നല്ലൊരു കരുത്തും ബലവും തന്ന് നമുക്ക് മുടി പെട്ടെന്ന് കൊഴിഞ്ഞ സ്ഥാനത്ത് പെട്ടെന്ന് മുടി വളരാനും മുടിക്ക് തിക്നെസ് വെക്കാനൊക്കെ ഉള്ളിനീര് വളരെ നല്ലതാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഇത് രണ്ടും കൂടിയിട്ടുള്ള മിശ്രിതം ആവുന്ന സമയത്ത് 4 ഇരട്ടിയല്ല 10 ഇരട്ടി ഗുണമായിട്ടാണ് നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് മാറുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഇതുകൊണ്ടാണ് നമ്മുടെ മുടിക്ക് തിക്നെസ് വെക്കാൻ വേണ്ടിയിട്ട് ഈ 2 പാക്കല്ല 2 ഇൻഗ്രീഡിയൻസ് ഞാൻ തെരഞ്ഞെടുത്തത്. അപ്പൊ ആദ്യം നിങ്ങൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഇത് ഞാൻ പറയുന്നതിന്റെ ഗുണവും കൂടി ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് എങ്ങനെയാണ് റിസൾട്ട് കിട്ടുക എന്നതും കൂടി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ വളവളാന്ന് പറയൂ കേട്ടോ. ഇനി ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ വൃത്തിയാക്കി വെച്ച മുടിയിൽ, അതായത് എണ്ണമയോ അഴുക്കോ ഒന്നും പാടില്ല. ഓൾറെഡി നമ്മൾ അതൊക്കെ ചെയ്തു. എന്നാലും എണ്ണ തേച്ച മുടിയിൽ ഇത് അപ്ലൈ ചെയ്യാൻ പാടില്ല. എണ്ണയൊക്കെ തേച്ചു ഇന്ന് നിങ്ങൾ ഷാമ്പൂ ഒക്കെ ഇട്ട് എണ്ണയൊക്കെ തേച്ച് വൃത്തിയാക്കി വെച്ച ഷാമ്പൂ ചെയ്ത മുടിയിൽ പിറ്റേ ദിവസം നിങ്ങൾ രാവിലെ എണീറ്റ് വേണം ഈ ഒരു പാക്ക് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ സ്കാൽപ്പിലും വേണമെങ്കിൽ നിങ്ങളുടെ മുടിയിലും ഒക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. മെയിനായിട്ട് സ്കാൽപ്പ് ഫോക്കസ് ചെയ്യണം. സ്കാൽപ്പിൽ നമ്മുടെ മുടിവേരിൽ തട്ടിയാൽ തന്നെ നമ്മുടെ മുടിവേര് ഫുള്ളായിട്ട് അത് നമ്മുടെ മുടിയുടെ അറ്റത്തേക്കും എത്തിക്കും. എന്നാലും മുടിയിലൊക്കെ അപ്ലൈ ചെയ്തോളൂ. ഇതിൽ കൂടുതൽ ഉണ്ടാവും കേട്ടോ. അപ്ലൈ ചെയ്തോളൂ മുഴുവനായിട്ടും. എന്നിട്ട് ഒരു 20 മിനിറ്റ്, കൂടുതലൊന്നും വെക്കണ്ട, 20 മിനിറ്റ് വെച്ചതിന് ശേഷം നിങ്ങൾ പോയിട്ട് ഹെയർ വാഷ് ചെയ്യുക. മുട്ട അടങ്ങിയത് കൊണ്ട് തന്നെ ഒരു സ്മെല്ല് ഉണ്ടാവും, ചെറുതായിട്ട് കേട്ടോ, വലിയ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂ മാത്രം ഉപയോഗിച്ച് നിങ്ങളുടെ മുടി ഒന്ന് കഴുകിയെടുക്കുക. ഡ്രൈ ഒന്നും ആവില്ല. കാരണം നമ്മുടെ മുടിയെ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലുണ്ട്. അതുകൊണ്ട് ഡ്രൈ ഒന്നും ആവില്ല. മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂ, കെമിക്കലില്ല, പാരബൻ ഇല്ല, അങ്ങനെ നിങ്ങൾക്ക് ഷാമ്പൂല് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ ഇതവിടെ ഞാനൊരു ഷാമ്പൂ കൊടുക്കാം കേട്ടോ. ഭയങ്കര മൈൽഡാണ്, ഭയങ്കര അടിപൊളിയാണ്. ആ ഷാമ്പൂ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. ഇനി നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. അപ്പൊ ഞാനിപ്പോ റൂമിൽ നിന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നോർമലി നമ്മൾ പാക്ക് എങ്ങനെയാണോ അപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ അറിയണം, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എൻ്റെ കമന്റ് ബോക്സിൽ ചോദിച്ചോളൂ. നിങ്ങൾ ഓരോരുത്തർക്കുമുള്ള റീപ്ലൈ ഞാൻ വോയിസ് ഓവർ ചെയ്ത് തന്നെ തരും. അത് ഞാൻ ഉറപ്പായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. കുറേ പേർക്ക് ഞാൻ അതേപോലെ വോയിസ് ഓവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് കണ്ടാൽ അറിയാം. അപ്പൊ ഞാൻ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇനി നമുക്ക് ഇതിന്റെ തുടർച്ചയായിട്ട് 4ാമത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.